വരട്ടെ, നീല ട്രോളി ബാഗ് വിവാദം മറക്കാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കോട്ടത്തിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും നീല ട്രോളി വാർത്തയായിരുന്നു. അതിലാണ് ഈ നിയമസഭാ രേഖകളടക്കം രാഹുൽ മാങ്കോട്ടത്തിന് കൈമാറിയത്. അത് രാഹുലിനെ ട്രോളാനാണോ എന്നുള്ള വിവാദമൊക്കെ ഉയർന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് വായിക്കണം. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ ഷാനിമോൾ ഉസ്മാന്റെ മൊഴിയെടുത്തു. ആലപ്പുഴയിലെ വീട്ടിലാണ് മൊഴിയെടുപ്പ് നടന്നത്. പാലക്കാട് പോലീസാണ് മൊഴിയെടുക്കുന്നത്. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, നമുക്കറിയാം ബിന്ദു കൃഷ്ണയും ഷാനിമോളുമാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ ദിവസം. അതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രക്ഷോഭം നടത്തിയത്. തെരഞ്ഞെടുപ്പിലുടനീളം ചർച്ചയായത് വനിതാ പ്രവർത്തകർ മാത്രം താമസിക്കുന്ന വീട് റൂമിൽ കയറി മുൻകൂർ അനുമതിയില്ലാതെ മൊഴിയെടുത്തു എന്ന പ്രശ്നം വന്നത്. അത് വലിയ പ്രശ്നമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണോ? എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷിക്കുന്നത്? ആരുടെ പരാതിയിന്മേലാണ്? ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഈ ഷാനിമോൾ ഉസ്മാനും ഒപ്പം തന്നെ ബിന്ദു കൃഷ്ണയും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു മാസത്തിന് ശേഷം പാലക്കാട് നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തിയത്. നമുക്കറിയാം, ട്രോളി വിവാദവുമായി ബന്ധപ്പെട്ട്, കള്ളപ്പണ വിവാദവുമായി ബന്ധപ്പെട്ട് അന്ന് ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും അടക്കമുള്ള കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർ താമസിച്ചിരുന്ന മുറികളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ വനിതാ ഉദ്യോഗസ്ഥർ പോലും ഇല്ലാതെയാണ് അർദ്ധരാത്രിയോടെ ഈ സ്ത്രീകളായ രാഷ്ട്രീയ പ്രവർത്തകർ താമസിക്കുന്ന മുറിയിൽ ഈ പോലീസ് എത്തി പരിശോധന നടത്തിയത്. ആ സംഭവത്തിനകത്താണ് ഷാനിമോൾ ഉസ്മാന്റെയും ഒപ്പം തന്നെ ബിന്ദു കൃഷ്ണയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മാസത്തിന് ശേഷം പാലക്കാട് നിന്നുള്ള അന്വേഷണ സംഘം ഇപ്പോൾ എത്തി മൊഴി രേഖപ്പെടുത്തിയത്. ഷാനിമോൾ ഉസ്മാന്റെ കളക്ടറേറ്റ്, ആലപ്പുഴ കളക്ടറിനോട് അടുത്തുള്ള വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. മൊഴിയെടുപ്പ് പൂർത്തിയാക്കി പാലക്കാട് നിന്നുള്ള അന്വേഷണ സംഘം മടങ്ങിപ്പോയി. അതിനുശേഷം ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചിരുന്നു. ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കിയത് താൻ പരാതി നൽകിയതിനു ശേഷം ഒരു മാസം കഴിഞ്ഞാണ് അന്വേഷണ സംഘം എത്തിയത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ മറ്റ് നടപടികൾ, അതുമായി ബന്ധപ്പെട്ട മറ്റ് കേസ് നിയമ നടപടികളെ സംബന്ധിച്ച് താൻ ഈ മറ്റ് പാർട്ടിയുമായി ആലോചിച്ച ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഷാനിമോൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത്, ഇങ്ങനെ ഒരു മോശം അനുഭവം തനിക്കും ബിന്ദു കൃഷ്ണയും അടക്കമുള്ള ആളുകൾക്കും ഉണ്ടായിട്ടും ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാരടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ വനിതകളായ സഹപ്രവർത്തകരായ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ആരും തന്നെ ഇതിനെ അപലപിക്കാൻ തയ്യാറായില്ല. അത് ഒരു മോശം പ്രവണതയാണ് എന്നുള്ള കാര്യവും അവർ പറഞ്ഞു. ഈ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ഉണ്ടായിരുന്നല്ലോ ശരണ്യ, രണ്ടുപേരും ഇതിൽ ഈ വിഷയത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്. ഈ ഷാനിമോൾക്കൊപ്പം ബിന്ദു കൃഷ്ണയുടെ മൊഴി എടുക്കുമോ? അത്തരം എന്തെങ്കിലും സൂചനകൾ അന്വേഷണ സംഘം നൽകുന്നുണ്ടോ? മറ്റ് വിവരങ്ങൾ എന്താണ്? കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ശ്രമമായിരുന്നോ? നിലവിൽ ഷാനിമോൾ ഉസ്മാന്റെ മൊഴി മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ അന്വേഷണ സംഘം ഇവിടെ നിന്നും ആലപ്പുഴയിൽ നിന്നും ബിന്ദു കൃഷ്ണയുടെ മൊഴി കൂടി രേഖപ്പെടുത്താനായി പോകുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാന്റെ മൊഴിയാണ് ഇക്കാര്യത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്നുണ്ടായ കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. അതേസമയം തന്നെ ഷാനിമോൾ ഉസ്മാൻ അന്ന് ഇതിനകത്ത് തന്റെ മുറിയിൽ പ്രവേശിപ്പിച്ചത്, അതായത് അർദ്ധരാത്രി തന്റെ മുറിയിൽ പ്രവേശിച്ചത് പുരുഷ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിരുന്നു. അന്ന് തന്നെ അത് മാധ്യമങ്ങളടക്കം ഷാനിമോൾ ഉസ്മാൻ അത്തരം കാര്യങ്ങൾ വിസ്തരിക്കുകയും ചെയ്തതാണ്. മാധ്യമങ്ങളടക്കം ഇവരുടെ മുറിയിൽ നടന്ന പരിശോധനയും ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. ആ സംഭവത്തിനകത്ത് നിയമപരമായ കാര്യങ്ങൾ പാലിക്കാതെ ആണ് അർദ്ധരാത്രി സ്ത്രീകളായ ആളുകളുടെ മുറിയിൽ ഇരച്ചു കയറുക. ഒപ്പം തന്നെ മഫ്തിയിലും യൂണിഫോമിലുമുള്ള ഉദ്യോഗസ്ഥർ, പുരുഷ ഉദ്യോഗസ്ഥർ ഇത് അവരുടെ വസ്ത്രങ്ങളടക്കം അവരുടെ ബാഗുകൾ കരുതിയിരുന്ന വസ്ത്രങ്ങളടക്കം വലിച്ചു പുറത്തിടുകയും ഒപ്പം തന്നെ മുറി മുഴുവൻ വലിച്ചു വാരി പരിശോധന നടത്തുകയും ചെയ്തത്. അത് വലിയ പ്രതിഷേധം അന്ന് ഉണ്ടാക്കിയിരുന്നു, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കി. അത് ഈ പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ ഹോട്ടലിന് ചുറ്റും ഇരു വിഭാഗങ്ങളായ, അതായത് ഇടതുപക്ഷത്തിന് നേതൃത്വത്തിലുള്ള ആളുകളും ഒപ്പം തന്നെ UDF നേതൃത്വത്തിലുള്ള ആളുകളും സംഘടിക്കുകയും വലിയ പ്രതിഷേധവും ഒക്കെ ആവുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിനകത്ത് അന്ന് തന്നെ നിയമപരമായ നടപടികളിലേക്ക് പോകുമെന്നുള്ള ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പാലക്കാട് നിന്നുള്ള അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാന്റെ മൊഴി മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നമുക്ക് ഷാനിമോൾ ഉസ്മാൻ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആലപ്പുഴയിലെ വീട്ടിൽ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പായിരുന്നു. പാലക്കാട്ട് നിന്നുള്ള പോലീസ് സംഘമാണ് ആലപ്പുഴയിലെത്തി മൊഴിയെടുത്തത്. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് അവരുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. നിയമപുസ്തകം വായിച്ചിട്ടും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുമാണെങ്കിൽ ഇങ്ങനെ വന്ന് റൂമിലേക്ക് കയറില്ലല്ലോ.
ഈ 1 മാസം കഴിഞ്ഞല്ലല്ലോ വരേണ്ടത്. പക്ഷേ പോലീസിൽ നമ്മൾ കൊടുത്ത പരാതിയിൽ സഹകരിക്കേണ്ടത് അത് ധാർമ്മികമായി എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ മൊഴിയെടുപ്പിൽ നമ്മൾ സഹകരിക്കുന്നത്. അപ്പോൾ അതിന് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നേതൃത്വവുമായി ആലോചിച്ച് ഞങ്ങളുടെ സംഘവുമായി ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകും. എല്ലാ ക്യാമറകളുടെയും കണ്ണുകളിൽ കൃത്യമായിട്ട് പകർത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ നടന്ന ഓരോ സംഭവവും അതുകൊണ്ട് അത്ര സുതാര്യമായിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കാരണം ഇനി നാളെയും സ്ത്രീകൾക്ക് പൊതുരംഗത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വലിയ വാദം ഉന്നയിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ സംഘടനകളുടെ വനിതാ നേതാക്കന്മാരും മന്ത്രിമാരും അടക്കമുള്ളവർ അതിനകത്ത് ഒരു വാക്കുപോലും പ്രതിഷേധിച്ചില്ല എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുകയാണ്. അതാണ്, ഒരു പരാതി കൊടുക്കുന്നു, അതിന്മേൽ അന്വേഷണം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ റിപ്പോർട്ട് നൽകേണ്ടത് പോലീസാണ്. നേരത്തെ തന്നെ ശരണ്യ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉയർന്നിരുന്നു. വനിതാ നേതാക്കളുടെ മുറിയിൽ ഇങ്ങനെ മുൻകൂർ അനുമതിയില്ലാതെ കയറി ചെന്ന് പരിശോധിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത്. രാഹുലിന്റെ വിജയത്തിലൊക്കെ ഈ ട്രോളി വിവാദം വലിയ ചർച്ചയായിരുന്നു. ഇനിയിപ്പോൾ ഈ കേസുമായി തന്നെ ഈ വിഷയമായി തന്നെ ശക്തമായി മുന്നോട്ട് പോകുമെന്നാണോ ഷാനിമോൾ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും നിയമപരമായ നടപടിക്രമങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കുന്നത്. അത് ഇന്നിപ്പോൾ മൊഴി രേഖപ്പെടുത്തി. അതിൽ പോലും അവർക്ക് പ്രതിഷേധമുണ്ട്. കാരണം പരാതി നൽകിയ 1 മാസത്തിന് ശേഷമാണ് തന്റെ മൊഴി രേഖപ്പെടുത്താനായി പാലക്കാട് നിന്നുള്ള പോലീസ് തയ്യാറായിട്ടുള്ളത് എന്നുള്ള പ്രതിഷേധം അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് തന്റെ പാർട്ടിയുമായി UDF-ഉമായി ചേർന്ന് കോൺഗ്രസുമായി ചേർന്നുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമായിരിക്കും മറ്റ് നിയമ നടപടികളിലേക്കുള്ള അടുത്ത സ്റ്റെപ്പ് എന്ത് എന്നുള്ളതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിയമ നടപടികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകും എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെയാണ് പറയുന്നത് ഇടതുപക്ഷത്തു നിന്നടക്കം മന്ത്രിമാരടക്കമുള്ള ആളുകളുണ്ട്. ഒപ്പം ഒരുപാട് വനിതകൾ ഇടതുപക്ഷത്തു നിന്നും ഈ രാഷ്ട്രീയ രംഗത്തുണ്ട്. പക്ഷെ അവരാരും തന്നെ ഇങ്ങനെ ഒരു സംഭവത്തിനകത്ത് ഒരു സാധാരണ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും പ്രതികരിക്കാറുണ്ട്. പക്ഷെ ഈ വിഷയത്തിനകത്ത് ഇത്രയും അപലപനീയമായ ഒരു സംഭവത്തിനകത്ത് ഇവരുടെ ആരുടെയും പ്രതികരണമില്ലായ്മയും അതും ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചത്. നിലവിൽ ഇപ്പോൾ മൊഴി മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട് നിന്നുള്ള അന്വേഷണ സംഘമാണ് ജീപ്പിലെത്തി ഇവിടെ കളക്ടറേറ്റിനടുത്തുള്ള ഷാനിമോൾ ഉസ്മാന്റെ വീട്ടിൽ നിന്ന് മൊഴി ശരി, ശരണ്യ സ്നേഹത്തിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.